ഉണ്ടാവില്ല. കണ്ണന്റെ കുസൃതികളും ബാലലീലകളും ഏവർക്കും ഹൃദയം തന്നെയാണ്. നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിൽ നിറഞ്ഞു തുളുമ്പുന്ന ചൈതന്യമാണ് ഭഗവാൻ. എന്നാൽ ഭഗവാൻ വിവിധ തരമായ രൂപത്തിലും ഭാവത്തിലും പ്രവർത്തിച്ച അനേകകരമായ അത്ഭുതങ്ങൾ ഭാഗവതത്തിൽ കാണുവാൻ കഴിയും. ഭഗവാന് അനേക തലത്തിൽ ഓരോ വ്യക്തികളും അർഹിക്കുന്ന രീതിയിൽ അവരോട് എപ്രകാരമാണ് പെരുമാറാൻ കഴിയുന്നത്, എങ്ങനെയാണ് 8 ധർമ്മപത്നിമാരും അതോടൊപ്പം 16,000 ഭക്തകളുടെയും മനസ്സിലേക്ക് ഭഗവാൻ അവരവരാഗ്രഹിക്കുന്ന രീതിയിൽ എപ്രകാരമാണ് പ്രകടമാകുന്നത്, എപ്രകാരമാണ് ഭരണപരമായ കർമ്മങ്ങൾ നിറവേറ്റുന്നത്, എപ്രകാരമാണ് സന്തതികൾക്ക് പിതാവെന്ന രീതിയിൽ വർത്തിക്കുന്നത്, എപ്രകാരമാണ് പ്രജകൾക്ക് ഭരണാധിപൻ എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നത്, എപ്രകാരമാണ് തൻ്റെ സഹപാഠികളുടെ ഇടയിൽ സഖാവ് എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നത്, തൻ്റെ സഹോദരൻ എപ്രകാരമാണ് അനുജനായി മാറുന്നത്, തൻ്റെ മാതാപിതാക്കൾക്ക് എപ്രകാരമാണ് ഉത്തമനായ പുത്രനായി മാറുന്നത്, ഇതൊന്നും അറിയണം, ദർശിക്കണമെന്ന ചിന്ത ആദ്യം ജനിച്ചത് നാരദ ബ്രഹ്മർഷിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഭക്തവത്സലനായ ഭഗവാൻ എപ്രകാരമാണ് ഭൂമിയിൽ വിരാജിക്കുന്നത്, ദിവ്യമായ ലീലകൾ ആടുന്നത് എപ്രകാരമാണ് എന്നറിയണമെന്ന് സംശയം തോന്നിയ നാരദ ബ്രഹ്മർഷി നേരിട്ട് ആ യാഥാർത്ഥ്യം അറിയണമെന്ന് തീരുമാനിക്കുകയും ആ യാഥാർത്ഥ്യം അറിയുന്നതിലേക്കായി നേരിട്ട് തന്നെ ദ്വാരകയിലേക്ക് എത്തുകയും ചെയ്യുന്നു. ദ്വാരകയിലേക്ക് എത്തിയ നാരദ ബ്രഹ്മർഷി ആദ്യം കടന്നു എന്നത് രുക്മിണി ദേവിയുടെ കൊട്ടാരത്തിലേക്കായിരുന്നു. അവിടെ നോക്കുമ്പോൾ അത്ഭുതത്തോടു കൂടി കാണുന്നു ഭഗവാൻ ദേവിയുമായി ചതുരംഗം കളിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നീട് സത്യഭാമയുടെ ഭവനത്തിലെത്തിയപ്പോൾ ദേവിയുമായി ക്രീഡിച്ചുകൊണ്ടിരിക്കുന്നു. ലക്ഷ്മണയുടെ ഭവനത്തിൽ, കാളുന്തിയുടെ ഭവനത്തിൽ എന്ന് വേണ്ട അഷ്ടപത്നിമാരുടെ ഭവനത്തിലും ഭഗവാൻ ഉത്തമനായ പതിയുടെ സാന്നിധ്യമായി നിറഞ്ഞു നിൽക്കുന്നു. പിന്നെയോ പിതാവെന്ന രീതിയിൽ 80 സന്തതികളെയും വാരിയെടുത്ത് പുൽകിപ്പുണരുന്നു മഹാപ്രഭു. പിന്നെയോ തൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും പാദധാരണകൾ നിരന്തരം ശുശ്രൂഷകൾ അർപ്പിച്ചുകൊണ്ട് അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ കണ്ണിലെ കൃഷ്ണമണി പോലെ പരിപാലിക്കുന്ന പുത്രനായി ഭഗവാൻ മാറുന്നു. തൻ്റെ ജ്യേഷ്ഠനായ ബലഭദ്രനെ കാണുമ്പോൾ ഉത്തമനായ ഇളയ സഹോദരനായി മാറുന്നു. പിന്നെയോ തൻ്റെ സഖാക്കളെ, അതായത് തൻ്റെ കൂടെ പഠിച്ച തൻ്റെ പ്രിയ മിത്രങ്ങളെ കാണുമ്പോൾ അവർക്ക് ഏറ്റവും പ്രിയങ്കരനായി ഭഗവാൻ പാടുന്നു. അതേ സമയത്ത് തന്നെ പൂജിക്കുവാൻ വേണ്ടി എത്തുന്ന ഋഷിവര്യന്മാരുടെ പാദപത്മങ്ങളിലേക്ക് ഭഗവാൻ തന്നെ പൂജാതി കർമ്മങ്ങൾ അർപ്പിക്കുന്നു, അവരെ യഥാരീതി ആദരിക്കുന്നു. അടുത്ത നിമിഷം അധർമ്മം ചെയ്ത ഒരു വ്യക്തിയെ തന്റെ മുമ്പിലേക്ക് എത്തിക്കുമ്പോൾ അവൻ അർഹിക്കുന്ന ശിക്ഷ കൊടുക്കുവാൻ സജീവന്മാർക്ക് നിർദ്ദേശം കൊടുക്കുന്ന ഉത്തമനായ ഭരണാധിപനാകുന്നു. തന്റെ നാട്ടിലെ പ്രജകൾക്ക്, കർഷകനാകട്ടെ ഏത് തലത്തിൽ